ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഒരു സദ്യ സ്പെഷ്യൽ ഓലനാണ്. അതും ഈ കുമ്പളങ്ങയും വൻപയറും വെച്ചിട്ടുള്ള ഒരു ഓലനാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെ തയ്യാറാക്കിയെടുക്കും നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഈ കുക്കറിനകത്തോട്ട് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ വൻപയർ കുക്കറിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളത്തോടു കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഞാൻ ഇന്നലെ രാത്രി നന്നായി കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഈ കാണുന്ന വെള്ളം കളയേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ തന്നെ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് വെന്ത് വരാൻ ഈ കുക്കറിൽ കിടക്കുന്ന വെള്ളം പോരാ, അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കൂടുതലാവാനും പാടില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഈ സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് വീഡിയോയിൽ വന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ ഡക്കൺ അടച്ച് കൊടുത്ത് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇതൊരു 4-5 വിസിൽ വന്നതിന് ശേഷം മാത്രമേ ഓഫാക്കിയിടണ്ടൂ. ഇത് വെന്ത് വരാൻ ടൈം എടുക്കും. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മറ്റുള്ള പണികളൊക്കെ ചെയ്യാം. ഞാൻ ഈ കുമ്പളങ്ങ നേരത്തെ തോലൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വെച്ചതാണ്. ഇനി ഇത് ചെറുതായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി ഗുണങ്ങളടങ്ങിയ ഒരു വെജിറ്റബിൾ കൂടിയാണ് ഈ കുമ്പളങ്ങ. ഇത് വെച്ച് നമുക്ക് പല ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാം. ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാറുണ്ട് എല്ലാവരും. ഒരു മരുന്ന് കൂടിയാണ് കുമ്പളങ്ങ. കുമ്പളങ്ങ ഓലൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ കുക്കറിനകത്തുള്ള വെൻപയർ ഉണ്ടല്ലോ, അത് നന്നായി വെന്തതിന് ശേഷം അതിൽ സ്റ്റീമൊക്കെ പോയതിന് ശേഷം അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പിന്നെ അതിൽ ഒരു വിസിൽ വരുത്തിക്കും. ആ ഒരു വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ ഈ കുമ്പളങ്ങ നന്നായി വെന്ത് കിട്ടും. ഇനിയിപ്പോൾ കുക്കർ തുറന്ന് നോക്കാം. ഇവിടെ ഒരു 5 വിസിൽ വന്ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു തവി എടുത്ത് നമുക്കിത് വെന്തു എന്നുള്ളത് നോക്കാം. നന്നായി വന്നിട്ടുണ്ട്. കൈ വെച്ച് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം. നന്നായി ഇതേപോലെ വേവണം. ഓലന് നന്നായി വെന്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങ കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ചു കൊടുത്ത് ഒന്നുകൂടെ വേവിക്കണം. ഒരു വിസിൽ വരേണ്ട ആവശ്യമുണ്ട്, അത്രേ വേണ്ടൂ. കുമ്പളങ്ങ പെട്ടെന്ന് തന്നെ വേവുമല്ലോ, അപ്പോൾ പിന്നെ അധികം വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമില്ലൂ. ഇതിൽ തീരെ വെള്ളമില്ലാത്ത കൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച്. ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചതാണ്. ഇത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് ഇതിൻ്റെ പാല് എടുത്ത് വെക്കണം, തേങ്ങാപ്പാൽ. ഇതിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എത്ര പേർക്കാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ലൈറ്റ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം, തേങ്ങാപ്പാൽ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. എപ്പോഴും തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാൻ. ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ട് വരട്ടെ. ഈ ഒരു സമയത്ത് കുക്കറിന് ഒരു സീറ്റ് വന്നു കഴിഞ്ഞു. ഇനി ഇത് തുറന്ന് നോക്കാം. കുമ്പളങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരുമല്ലോ. നന്നായി വെന്ത് വന്നിട്ടുണ്ടെല്ലാം. ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കാം. എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ മമ്പയറും കുമ്പളങ്ങയും നന്നായി വേവിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ വേണം വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ റെഡിയാക്കി വെച്ച തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ പാൽ കിട്ടിയിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയുടെ പാലാണിത്. അപ്പം നല്ല പോലെ ഇനി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഓണത്തിനൊക്കെ ഈ ഓലൻ മസ്റ്റാണ്. ഈ ഓലൻ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയിപ്പോൾ ഡക്കൺ അടച്ച് വിസിൽ വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡക്കൺ ഒന്ന് മുകളിലൂടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ തേങ്ങാപ്പാലും വൻപയറും കുമ്പളങ്ങയും ഒക്കെ നന്നായി കുറുകി വരണം. നല്ലപോലെ കുറുകിയെടുക്കുന്ന ഈ ഓലന് പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഒന്ന് ഡക്കൺ തുറന്ന് ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇത് കുറേയൊക്കെ കുറുകി വന്നിട്ടുണ്ട്.
ഈ ഒരു സമയത്താണ് നമ്മൾ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ആദ്യം ഇട്ട് കൊടുക്കാൻ പാടില്ല, ലാസ്റ്റ് ഈ ഒരു ടൈമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഒന്നുകൂടെ ഡക്കൺ ജസ്റ്റ് അടച്ചു കൊടുത്ത് ഒന്നുകൂടി കുറുക്കി എടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഒരു 3 മിനിറ്റ് നേരം കൂടി ഈ കറി ഒന്ന് വറ്റി വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഡക്കണൊന്ന് ജസ്റ്റ് ഒന്നുകൂടി ഇതുപോലെ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മുകളിൽ കൂടി വെച്ച് കൊടുത്താൽ മതി. ഈ കുമ്പളങ്ങയും വൻപയറും വെച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാതെയും ഓലൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിന് നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കാരണം ഇതിന് നല്ലൊരു ടേസ്റ്റാണ് ഈ ഓലന്. ഇപ്പോൾ ഇവിടെ ഓലനൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതേപോലെ ചുറ്റിച്ച് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിടണം. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഓലനാണ്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ വരുന്ന വിഷുവിന് ഓണത്തിനൊക്കെ നിങ്ങൾ ഇതേപോലെ എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഓലനാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയിപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കാം. അതുവരേക്കും ഡക്കണൊന്ന് ജസ്റ്റ് അടച്ചു വെക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും ഇതേപോലുള്ള മറ്റൊരു റെസിപ്പിയിലൂടെ നമുക്ക് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻ്റ് ഇടാൻ മറക്കല്ലേ. ബൈ.